അവധിക്ക് നാട്ടിൽ പോയ പ്രവാസി കുടുംബങ്ങൾ പതുക്കെ ഗൾഫ് നാടുകളിലേക്ക് തിരിച്ചെത്തുകയാണ്. വിമാന നിരക്ക് തന്നെയാണ് ഏറ്റവും വലിയ വാർത്തയായി മാധ്യമങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരക്ക് കൂടുകയാണ്. ഇനി റോഡുകളിലും മറ്റും വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടാൻ തുടങ്ങും. ഗൾഫ് പതുക്കെ പഴയ ഗൾഫായി മാറുകയാണ്. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം. വലിയ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ബഹ്റൈൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്തിയ ഇന്ത്യക്കാർ ചേർന്ന് ഒരു അമ്പലം പണിതു, ശ്രീനാഥ് ജി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ ബഹ്റൈനിൽ നിന്ന് മാത്രമല്ല പുറം നാടുകളിൽ നിന്നും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഈ അമ്പലത്തെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് അറേബ്യൻ സ്റ്റോറീസിൽ ആദ്യം. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചരിത്രശേഷിപ്പുകളുള്ള നാടാണ് ബഹ്റൈൻ. ഇന്ത്യയുമായുള്ള കച്ചവട ബന്ധങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ഇഴയെടുപ്പമുണ്ട്. വ്യത്യസ്ത മതവിശ്വാസമുള്ളവർക്ക് അവരുടെ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഏറെ അനുവദിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം കൂടിയാണ് ബഹ്റൈൻ. രാജ്യ തലസ്ഥാനമായ മാനമയുടെ ഹൃദയഭാഗത്തായാണ് ബഹ്റൈനിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമായ ശ്രീനാഥ് ജി ക്ഷേത്രമുള്ളത്. 200 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇന്ത്യയിൽ നിന്നും കച്ചവടത്തിനായി ബഹ്റൈനിലെത്തിയ തട്ടായി ഭാട്ടിയ കുടുംബമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഈ കുടുംബത്തിലെ ഇന്നത്തെ തലമുറ പഴയ ആചാരങ്ങൾ അതേപടി പിന്തുടരുന്നു. അതിരാവിലെ പൂജയ്ക്കും വഴിപാടിനുമായി ഇവർക്കൊപ്പം നിരവധി വിശ്വാസികളും എത്തുന്നു. ബഹ്റൈൻ ഭരണകൂടം മറ്റു മതങ്ങൾക്ക് നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ഉൾപ്പെടെ ഇവിടെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ഈ ആഘോഷങ്ങളിൽ ഇന്ത്യക്കാർക്കു പുറമെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയിലെ ഉദയ്പൂരിലുള്ള നാഥദ്വാര ശ്രീനാഥ് ജി ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ പിന്തുടരുന്നത്. സൌദിയിൽ നിന്നുൾപ്പെടെ നിരവധി വിശ്വാസികൾ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ സുശീൽ മുൽജിമൽ. We are here since last almost 150 years. Our family, I will say, but our temple, Srinath Ji, Krishna temple, it is about 200 years. Our forefathers, even some families from our community came even before that, and so it is almost 200 years this temple is in Bahrain. We are following Pushti Marga, pure Pushti Marga, that is from Nathadwara. The Srinath Ji temple is there in Nathadwara near Udaipur in India. We are following that, and all the utsavs what are coming, Janmashtami, we follow according to the list given by them. It is called Tippani, and in that all the utsavas are mentioned during the year, throughout the year. പൂജയ്ക്കും വഴിപാടുകൾക്കുമായി നിരവധി വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. അവധി ദിനങ്ങളിലും ആഘോഷവേളകളിലും ഭക്തരുടെ തിരക്ക് കൂടും. ഭജനയ്ക്കും ധ്യാനത്തിനുമായി പ്രത്യേക ഹാളും ചരിത്രരേഖകൾ സൂക്ഷിക്കാനായി ഒരു ലൈബ്രറിയും ക്ഷേത്രത്തിലുണ്ട്. മനാമ സൂഖില ക്ഷേത്രത്തോട് ചേർന്നാണ് ലിറ്റിൽ ഇന്ത്യ പദ്ധതിയുടെ പ്രദേശം. തികച്ചും ഇന്ത്യക്കാരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഭക്ഷണരീതിയും കലാപരിപാടികളും നേരിട്ടറിയാനായി നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ലിറ്റിൽ ഇന്ത്യ പ്രദേശവും ഈ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. ഇന്ത്യയുടെ പൈതൃകവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിന് ബഹ്റൈൻ ഭരണാധികാരികൾ നൽകിവരുന്ന സഹായ സഹകരണങ്ങളെ മന്ത്രി പ്രകീർത്തിക്കുകയും ചെയ്തു. സർവ്വമത സമ്മേളനങ്ങൾക്ക് പുറമെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കും ഈ ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വം നൽകുന്നു. 200 വർഷമായി ബഹ്റൈനിലെ രാജവംശം നൽകിവരുന്ന പ്രോത്സാഹനം ഏറെ വിലമതിക്കാനാവാത്തതാണെന്ന് ക്ഷേത്രശാസ്ത്രി വിജയകുമാർ പറയുന്നു. यही वो प्रांगण है जहां पर हमारे भारतवर्ष में मनाए जाने वाले वैदिक सनातन धर्म अर्थात हिंदू धर्म, हिंदू संस्कृति, पुष्टि मार्ग, वैष्णव संप्रदाय, इसके जितने भी उत्सव है, जितने भी त्योहार है, वे सब इस प्रांगण में मनाए जाते हैं. भारत की विशालता को ध्यान में रखते हुए पूर्व, पश्चिम, उत्तर, दक्षिण
इन सभी जगहों से विविध प्रकार की बोली बोलने वाले सभी लोग यहाँ बहरीन देश में उपस्थित हैं आज, और वे सब यहाँ पर आकर के अपनी संस्कृति के अनुसार, अपने धर्म के अनुसार अपने त्योहार मनाते हैं। ഹിന്ദുമത സംസ്കാരത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റു മതങ്ങളെയും ബഹുമാനിക്കാൻ ശ്രീനാഥ്ജി ക്ഷേത്രത്തിനും വിശ്വാസികൾക്കും കഴിയുന്നു. മറ്റ് സംസ്കാരങ്ങൾക്കും മൂല്യങ്ങൾക്കും നൽകുന്ന ബഹുമാനവും വിവിധ മതത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന ഈ പരിഗണനയുമാണ് ലോകത്ത് പ്രവാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട രാജ്യമായി ബഹ്റൈനെ തെരഞ്ഞെടുക്കാൻ കാരണം.